ഇന്നൊരു നിർണായക ദിവസമാണ്. ഇന്ന് പി.വി. അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. ഇനി UDF-ന്റെ ഭാഗമാകണമെങ്കിൽ താൻ മരിച്ചു വീഴണം, അല്ലെങ്കിൽ UDF-ൽ നിന്ന് VD സതീശൻ രാജിവെക്കണമെന്നൊക്കെയാണ് പി.വി. അൻവർ പറയുന്നത്. അത് മാത്രമല്ല, VV പ്രകാശുമായി ബന്ധപ്പെട്ട് കടുത്ത ആരോപണങ്ങൾ, വൈകാരികമായ ചില ആരോപണങ്ങൾ കൂടി പി.വി. അൻവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് ചിത്രത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ്. ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. നിലമ്പൂരിലെ ശരിക്കുള്ള തെരഞ്ഞെടുപ്പ് മത്സരം UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും LDF സ്ഥാനാർത്ഥി M സ്വരാജും തമ്മിൽ തന്നെയാണ്. പി.വി. അൻവറിന് ഒരു ന്യൂസൻസ് വാല്യൂ മാത്രം, BJPക്കും അത്ര തന്നെ ഉള്ളൂ, SDPIക്ക് അത്ര പോലും ഇല്ല. ഇതാണ് വസ്തുത. പിന്നെ BJP എത്ര വോട്ട് ഭിന്നിപ്പിക്കും, പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ. അതുപോലെ പി.വി. അൻവർ എത്ര വോട്ട് വൈകാരികമായിട്ട് ഭിന്നിപ്പിക്കും, SDPI എത്ര വോട്ട് മാറ്റും, അത് എവിടെ നിന്ന് പോകും, ഇത്ര കാര്യമുള്ളൂ. അതിലൊന്നും വലിയ പ്രാധാന്യമില്ല. ഈ പറഞ്ഞ ആളുകൾക്കൊന്നും തന്നെ ജാമ്യസംഖ്യ തിരിച്ചു പിടിക്കാനുള്ള കെൽപ്പ് പോലും അവിടെ ഇല്ല. ഇതിൽ ചില പാർട്ടികളെങ്കിലും മത്സരിക്കുന്നതിന് നോട്ടയോടെ. അപ്പൊ ഈ പറഞ്ഞ ആളുകൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. BJPക്കും ഇല്ല, തൃണമൂൽ കോൺഗ്രസിനും ഇല്ല, SDPIക്കും ഇല്ല. യഥാർത്ഥ മത്സരം ഈ രണ്ട് മുന്നണികൾ തമ്മിൽ, രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ തന്നെയാണ്. പിന്നെ ആശയക്കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ ഹമീദ് മാസ്റ്റർ തന്നെ കഴിഞ്ഞ തവണ മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഉള്ള നിരാശയിലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. ഒരു കാര്യമുണ്ട്, അതായത് UDF കോൺഗ്രസിലാണെങ്കിലും അതിനേക്കാൾ ഒരു മുസ്ലിം ലീഗിലാണെങ്കിലും പി.വി. അൻവർ വലിയ ഒരു പോരാളിയായിട്ടാണ് ഇത്ര നാൾ അവരുടെ മുമ്പിൽ നിന്നിരുന്നത്. പി.വി. അൻവർ എന്ന് പറയുന്നത് പിണറായിസത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ മരുമോനിസത്തിനെതിരായിട്ടുള്ള അദ്ദേഹം തന്നെ കോയിൻ ചെയ്ത വാക്കുകളാണ്. എതിരായ പോരാട്ടത്തിന്റെ ഒരു പ്രതീകമായിട്ട്, അതിനേക്കാൾ ഉപരിയായിട്ട് കേരള പോലീസിലെ സംഘപരിവാർ വൽക്കരണത്തിനെതിരായിട്ടുള്ള, കാവ്യവൽക്കരണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഒരു പ്രതീകമായിട്ടും പ്രതിരൂപമായിട്ടുമാണ് നിന്നിരുന്നത്. അതിന് എന്തുമാത്രം കഴമ്പുണ്ടെന്നുള്ള വേറെ കാര്യം. ആളുകൾ അങ്ങനെ ഒരു സ്ഥാനത്താണ് അദ്ദേഹത്തെ കണ്ടത്. അപ്പൊ അൻവറിന് ഈ വരുന്ന മെയ് മാസം വരെ MLA തുടരാമായിരുന്നു. അത് രാജിവെച്ച് ഒരു രക്തസാക്ഷിയായിട്ടാണ് അദ്ദേഹം പുറത്തു വന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഈ പിണറായിസത്തെ തുറന്നു കാണിക്കാൻ വേണ്ടി, സംഘവൽക്കരണത്തെ തുറന്നു കാണിക്കാൻ വേണ്ടി വന്ന ഒരു കുരിശുന്ന പോരാളിയാണ് അദ്ദേഹം ചില ആളുകളുടെ മനസ്സിലേക്ക്. അപ്പൊ അങ്ങനെ ഒരു കുരിശുന്ന പോരാളിയെ കിട്ടിയിട്ട് UDF അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല. അൻവറും UDF ഒരുമിച്ച് നിൽക്കേണ്ടതായിരുന്നു. ഒരുമിച്ച് നിന്ന് പിണറായിസത്തെ ഒറ്റപ്പെടുത്തുകയും കാവ്യവൽക്കരണത്തെ തുറന്നു കാണിക്കുകയും ചെയ്യേണ്ടതാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിയാക്കി ഒഴിക്കാൻ ആ ഒരു സാധ്യത ഇല്ലാതാക്കി എന്ന ഒരു നറേറ്റീവ്, അതിന് ശക്തിമാരാണ് ഇപ്പോൾ ഈ അബ്ദുൽ ഹമീദ് മാസ്റ്റർ. ചാഞ്ചാട്ടം കണക്കിലെടുത്ത് ഇനിയും സാധ്യതയുണ്ടെന്ന് കരുതുന്നുണ്ടോ അങ്ങ്? അൻവർ വീണ്ടും UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം നിലമ്പൂരിൽ ഉണ്ടാകാമോ? ഇനിയും അങ്ങനെ ഒരു സാധ്യതയില്ല. കാരണം അൻവറിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രസ്താവനകളൊക്കെ തന്നെ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതകളെ തല്ലിക്കെടുക്കുക മാത്രമല്ല അതിന്റെ ഉള്ളിൽ വെള്ളം കൊണ്ടുവയ്ക്കുകയും കൂടി ചെയ്തു. അൻവർ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. അവിടെ വെച്ച് എന്റെ പ്രശ്നങ്ങൾ ആരംഭിക്കും. തുടർന്നുള്ള ദിവസങ്ങളിലും അദ്ദേഹത്തിന്റെ വഴിവിട്ട ആ പ്രതികരണങ്ങൾ ദൈനംദിനാടിസ്ഥാനത്തിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരവും നടത്തിക്കൊണ്ടിരുന്ന പത്രസമ്മേളനങ്ങൾ വഴിക്ക് UDF-ഉമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആ ഒത്തുതീർപ്പിന് അല്ലെങ്കിൽ ധാരണയ്ക്ക് ഒരു പുനരൈക്യത്തിന് സാധ്യത അതില്ലാതാക്കി. അപ്പൊ VD സതീശൻ മാത്രമല്ല, രമേശ് ചെന്നിത്തലക്കോ അല്ലെങ്കിൽ KC വേണുഗോപാലിനോ അതോ പ്രകാശിനോ ആര് വിചാരിച്ചാൽ പോലും അൻവറിനെ കൂട്ടി വയ്പ്പിച്ചുകൊണ്ടാൻ പറ്റുകയില്ല. അൻവർ സ്ഥാനാർത്ഥിയായിട്ട് അവതരിക്കുകയും ചെയ്തിരിക്കും. അൻവറിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് നിലമ്പൂർ മത്സരിച്ച് സ്വന്തം ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരമാണ് കൈവന്നിട്ടുള്ളത്. അത് എന്തുമാത്രം ഉണ്ടെന്നോ അദ്ദേഹത്തിന് തെളിയിക്കുക. അതിനപ്പുറത്തും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. UDF-ന്റെ വിജയ സാധ്യതകൾ പോലും അൻവർ മങ്ങലേൽപ്പിക്കുന്നില്ല എന്നാണ് എന്റെ അനുമാനം. കാരണം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം പിണറായി. ശ്രീ ജയശങ്കർ, ഇപ്പം ഇടതുപക്ഷം എന്തായാലും VV പ്രകാശിന്റെ വിഷയം ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പി.വി. അൻവർ പറയുന്നു, പി.വി. അൻവർ VV പ്രകാശിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ കുടുംബം വളരെ വൈകാരികമായ ചില വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഹൃദയാഘാതം വന്നത്, അതിന് പിന്നിൽ ആര്യാടൻ ഷൗക്കത്താണെന്ന് അങ്ങ് പറയുക, പച്ചയ്ക്ക് പറയുകയാണ്. അപ്പം ഇടതുപക്ഷം ആ വിഷയം ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ ദേശാഭിമാനിയിൽ MV ഗോവിന്ദൻ മാഷിന്റെ ലേഖനം വായിച്ചു. ഇതിപ്പോൾ പി.വി. അൻവറും ആ വിഷയം അതൊരു ക്ഷീണമാകുമോ UDF-ന്, ഷൗക്കത്തിന്? അല്ല, അതൊക്കെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്. VV പ്രകാശിനെ വളരെ നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ ഭരിച്ചു. അപ്പൊ ഈ പി.വി. അൻവറിനായാലും യാതൊരു ഉത്തരവാദിത്വമില്ല. പി.വി. അൻവർ എത്ര കോടി രൂപയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ പ്രചരണത്തിൽ ചെലവാക്കി? കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വോട്ട് ചെലവഴിച്ച, അതിൽ ഏറ്റവും അധികം നോട്ട് ചെലവഴിച്ച് വോട്ട് വാങ്ങിയ ആളാണ് പി.വി. അൻവർ. ആ പി.വി. അൻവറിന് വെള്ളവും വളവും നൽകി അദ്ദേഹത്തെ പരിപോഷിപ്പിച്ചിട്ട് കാണുന്ന വിഷവൃക്ഷമാക്കി വളർത്തിയെടുത്ത് ഇടതു മുന്നണിയാണ്. അവർക്കൊന്നും ഉത്തരവാദിത്വമില്ല. അവരാണ് യഥാർത്ഥ ഉത്തരവാദികൾ. ആര്യാടൻ ഷൗക്കത്ത് എന്തെങ്കിലും പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
പ്രകാശിക്ക് വളരെ നിർഭാഗ്യകരമായ പരാജയവും മരണവും സംഭവിച്ചു എന്നുള്ളത് ശരിയാണ്. അതിലെ പ്രാഥമികമായ ഉത്തരവാദിത്തമുള്ള ആളുകളാണ് പരോക്ഷമായ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നത്. അതാണ് ഇതിന്റെ തമാശ.